പോകുമ്പോൾ നമ്മൾ കാണിച്ചു തരും. ഖദീജ റളിയല്ലാഹു അൻഹ കിടക്കുന്ന ഖബറിസ്ഥാൻ കാണിച്ചു തരാം. ആരാ ഖദീജ എന്നറിയോ? ഖദീജാന്റെ നാട് മടക്കിയ മംഗലാപുര. എവിടെ നാട്? ഖദീജാന്റെ നാട് എവിടെയാ? കൈജാന്റെ അല്ല, ഖദീജ ബിൻത് ഖുവൈലിദ്. മക്കാരി, മക്കത്തെ ബമ്പിച്ച പൈസക്കാരി, വലിയ പണക്കാരി. റസൂലുള്ളാഹി തങ്ങൾ കല്യാണം കഴിച്ചു. ഖദീജ അവസാനം ആരായി എന്നറിയോ? ഒരു ദിവസം കൊണ്ട് ജിബ്രീൽ വരുന്നു. സുബ്ഹാനല്ലാഹ്. എന്റെ നിങ്ങളൊക്കെ ഭാര്യമാരും ഈ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ ആവണം. അങ്ങനെ ആവാനുള്ള മനസ്സിൽ വെച്ചിട്ട് വേണം ഇവിടെ തന്നെ തിരിച്ചു പോവാൻ. ജിബ്രീൽ വരികയാണ്. യാ റസൂലല്ലാഹ്, ഖദീജ വരുന്നുണ്ട്. സുധാങ്ങൾ പറയാൻ ഖദീജ വരുന്നുണ്ട്. കൈവിൽ ഒരു പാത്രവും കാണുന്നുണ്ട്. അതിലെന്തോ കറിയോ നിങ്ങൾക്കുള്ള ഭക്ഷണം എന്തോ ഉണ്ട്. എന്തായാലും ഖദീജ എത്തിയാൽ ഖദീജനോട് പറയണം, അല്ലാഹു യഖ്റഉ അസ്സലാം. ഖദീജന്റെ റബ്ബ് സലാം പറഞ്ഞയച്ചിട്ടുണ്ടെന്ന് പറയണം. നബി, എന്റെ സലാമു ഖദീജാനെ നിങ്ങൾ അറിയിക്കണം. അർശിന്റെ മോളിൽ നിന്ന് അള്ളാഹു സലാം പറഞ്ഞ് അറിയിക്കണമെങ്കിൽ ഖദീജക്ക് അള്ളാഹിന്റെ അടുത്തുള്ള സ്ഥാനം എന്തായിരിക്കും? മക്കത്തൊരു പൈസക്കാരി പെണ്ണ്, ഒരു പണക്കാരി പെണ്ണ് ആരായിന്നറിയോ? ഭയങ്കര പൈസക്കാരിയാണ്. ഖദീജ വഫാത്താവുമ്പോ ഖദീജക്കൊന്നുമില്ല. എല്ലാം ഭർത്താവിന് കൊടുത്തു ദീനു വേണ്ടി ചെലവാക്കാൻ. ഫക്കീറായിട്ട് മരണപ്പെട്ടു. ആ ആകാശത്തിന്റെ അർശിന്റെ ഉടമസ്ഥൻ സലാം പറഞ്ഞയച്ച പെണ്ണിന്റെ ഖബർ മക്കത്തുണ്ട്. ഇപ്പൊ പോകുമ്പോ നമുക്ക് കാണിച്ചു തരാം ആ ഖബർ എങ്ങനെയാ ഉള്ളത്. അങ്ങനത്തെ ആൾക്കാരാ ഇവിടെ ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ ബീവി പറയാണ്, റസൂലുള്ളാഹിന്റെ ഭാര്യ, എനിക്ക് ഖദീജയോട് എന്തൊരു അസൂയെന്നറിയോ? എപ്പം വായി തുറന്നാലും റസൂലുള്ളാഹി കാര്യം പറയാനുള്ളൂ, എന്റെ ഖദീജ, എന്റെ ഖദീജ, എന്റെ ഖദീജ. ഒരു ആയിഷ ബീവിക്ക് ദേഷ്യം പിടിച്ചു. യാ റസൂലല്ലാഹ്, ചെറിയ പെണ്ണല്ലേ ആയിഷ, പല്ലില്ലാത്ത ഖുറൈശികളിൽപ്പെട്ട ഒരു കളവി, എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു? ഞാനില്ലേ നിങ്ങൾക്ക് നല്ല സൗന്ദര്യമുള്ള ഒരു ഭാര്യ? റസൂലുള്ളാഹിന്റെ മുഖാകെ മാറി. ദേഷ്യത്തിന്റെ അടയാളം എന്ന് പറഞ്ഞു ആയിഷ, ഖദീജ കാനത്ത് വകാനത്ത് കാനത്ത് വകാനത്ത്. എനിക്കിങ്ങനെയാണ് ഖദീജ, എനിക്കിങ്ങനെയാണ്, എന്റെ അതാണ്, എനിക്കതാണ്. എന്റെ കരടിന്റെ കഷണമാണ് ഖദീജ. ഓളെ കുറ്റം പറഞ്ഞാൽ എനിക്ക് സഹിക്കൂല. ആയിഷ ഖദീജ ബീവിനെ കണ്ടിട്ട് പോലുമില്ല. ഖദീജ ബീവി മരിച്ചതിന് ശേഷം ആയിഷ ജനിക്കുന്നു, കണ്ടിട്ട് വരെയില്ല. പക്ഷെ റസൂലുള്ളാഹിന്റെ ആ ഒരു ഇഷ്ടം, ആ വാക്കിന്ന് ആയിഷ ബീവിക്ക് അനുഭവിക്കാൻ പറ്റി. എന്നിട്ട് പറഞ്ഞു, ദുനിയാവിൽ 2 സ്ത്രീകളാണ് സ്വർഗത്തിന്റെ നേതാക്കന്മാര്. ഒന്ന് ഇമ്രാന്റെ മകൻ മോള് മറിയം, ഈസാ നബിന്റെ ഉമ്മ. മറ്റൊന്ന് എന്റെ ഭാര്യ ഖദീജ. എങ്ങനെ അങ്ങനെ ആയിട്ടുണ്ടാവുക? ഇനിയിപ്പോ നമ്മൾ പോകുമ്പോ ഒരു ഗുഹ കാണും, ഗാർ ഹിറ. ഗാർ ഹിറ 5000 അടി ഉയരത്തിലുള്ള ഗുഹയാണ്. അതിന്റെ മുകളിലേക്കാണ് ഖദീജ ആ ഭക്ഷണത്തിന്റെ പാത്രം പിടിച്ചിട്ട് കയറിയത്. 5000 അടി ഉയരത്തിൽ ആരാ കയറുക? എന്നിട്ടൊരു വാക്ക് ഭർത്താവിനോട്, എന്തിനാ ഒറ്റക്ക് പോയിട്ട് ആരെങ്കിലും ഇരിക്കുന്ന വരക്ക് വന്നൂടെ? മക്കളൊക്കെ ഒറ്റക്കാക്കി എന്നെ ഏൽപ്പിച്ചിട്ട് എന്തിനാ പോയത്? ജിബ്രീലിനെ കണ്ട് പേടിച്ച് വിറച്ച് പനിയും പിടിച്ചിട്ട് ഇറങ്ങി വന്നു. അങ്ങോട്ട് വന്നെന്നറിയോ? ഖദീജന്റെ അടുത്തേക്ക്, ഭാര്യന്റെ അടുത്തേക്ക്. എന്റെ സഹോദരിമാരെ, ഭാര്യ എന്ന് പറഞ്ഞാല് ചോറും മീൻകറി ഉണ്ടാക്കുന്നോടല്ല, മാപ്പിളുടെ മനസ്സിന് കുളിര് കൊടുക്കണം. അങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഐസ് വാരിയിട്ട് കൊടുക്കാൻ പറ്റണം. ഒരു തലോടൽ, ഒരു പുഞ്ചിരി, ആ നെഞ്ചത്ത് തലയും ചാരിച്ചിട്ടുള്ള ഒരു യുദ്ധം, അത് മതി. അയാളുടെ ചിന്തയും ടെൻഷനും അങ്ങനെ പോവും. റസൂലുള്ളാഹി ഈ ഗുഹന്റെ മുകളിൽ നിന്ന് ഓടി വരിക, ഖദീജ ഖദീജ സമ്മിലൂനി സമ്മിലൂനി, എന്നൊന്ന് പുതപ്പിച്ചതാ ഖദീജ, പേടിയാന്ന് പനിയാന്ന്. ഖദീജ ഒന്നും ചോദിച്ചില്ല. അതാ പെണ്ണിന്റെ ക്വാളിറ്റി. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തു, സഹീഹുൽ ബുഖാരിയിൽ, ഖദീജ തന്റെ തൊടയിൽ തലയും വെച്ചിട്ട് കിടത്തി ഭർത്താവിന്റെ. എന്നിട്ട് പുതപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്, നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്ന ആളല്ലേ, വിധവകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളല്ലേ, യതീമുകളെ ചേർത്ത് പിടിക്കുന്ന ആളല്ലേ, പാവങ്ങൾക്ക് സഹായം കൊടുക്കുന്ന ആളല്ലേ. അള്ളാഹു നിങ്ങളെ പാഴാക്കൂല, വിഷമിക്കല്ല, സമാധാനിക്ക്. പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പനിയങ്ങ് ഇറങ്ങി, വറയലൊക്കെ മാറി എഴുന്നേറ്റിരുന്നു. അപ്പൊ ചോദിക്കാണ്, വല്ലപ്പോ എന്താ പറ്റിയത്, എന്തിനാ പേടിച്ചത്? ഈ സമാധാനം കൊടുക്കേണ്ടുള്ള പെണ്ണ്. മാപ്പിളുടെ മനസ്സിൽ ഫസ്റ്റ് ഓർമ്മ വരണം ആര്? എന്തൊക്കെ ടെൻഷൻ വന്നാല്? എന്റെ ഓള്, എന്റെ ഭാര്യ. വേഗം ഓളെടുത്ത് പോണം, ഓള് 2 വർത്താനം പറയണം, ഓളൊന്ന് കാണണം. ആ കാണുമ്പോ തന്നെ ഓന്റെ മനസ്സിലെന്തായി? പ്രായത്ത്. നിങ്ങളെങ്ങനെയാ? മോളെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത മോളെ, അപ്പൊ എന്താ പറയാ? എന്താ നിങ്ങൾക്ക് തിരിച്ചാ വെള്ളം വരൂലേ പൈപ്പൊന്നും? ഞാൻ തന്നെ തിരിക്കണം. ഇത് പുതിയ കാലമൊന്നല്ല, ആണും ഒന്നന്നെ പെണ്ണും ഒന്നന്നെ. നല്ല പെണ്ണല്ല, ആണും പെണ്ണും ഒന്നല്ല. ഭർത്താവ്
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ അറിയോ? ലൗ കുന്തു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ഗൈറല്ലാഹ്, അല്ലാഹു അല്ലാത്തൊരാൾക്ക് സുജൂദ് ചെയ്യാൻ അല്ലാഹ് കൽപ്പിക്കുമായിരുന്നെങ്കിൽ പെണ്ണിനോട് ഞാൻ പറയും എന്റെ ഭർത്താവിന് മുമ്പിൽ നീ സുജൂദ് ചെയ്യണം. അത്ര പവറുണ്ട്. ഖദീജാനെ പോലെ ആവണം. അവരുടെയൊക്കെ ഖബറുടെ ഉണ്ട്. ഉറൂസ് നടത്താനും ജാറം കെട്ടാനും ഒക്കെ ഇസ്ലാമിൽ ഭയങ്കര സംഭവമാണെങ്കിൽ മക്കത്ത് ഖദീജാന്റെ ഖബറ് മതി. കാരണം അർശിന്റെ മോടുന്ന സലാം വന്ന് ആ പെണ്ണുങ്ങളെ ഖബറിന്റെ അപ്പുറത്ത് റളിയല്ലാഹു അൻഹാ, റസൂലുള്ളാഹിന്റെ കരള് പോലെ സ്നേഹിച്ച സ്ത്രീ, സ്വർഗത്തിന് നേതാവെന്ന് റസൂലുള്ള പറഞ്ഞ സ്ത്രീ. പക്ഷെ ഒന്നുമില്ല, 2 മീസാൻ കല്ല് വെച്ച ഒരു ഖബറുണ്ടാണ്. അത്രയേ ഉള്ളൂ ഇസ്ലാമില്. ഇസ്ലാമിലെ ഖബറും ജാറും ഉറൂസും ഏലസും അല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹ്ക്ക് മാത്രം. മുഹമ്മദുർ റസൂലുള്ളാഹ്. ജീവിതം ഏറ്റവും ആരെ പോലെ? മുഹമ്മദ് മുസ്തഫാനെ പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഈ വെയിലത്ത് വന്ന് നിൽക്കുന്ന എന്തിനാ അറിയോ? ഇത് കേൾക്കാനാണ്, ഇത് പകർത്താനാണ്. തിരിച്ചു പോകുമ്പം ഇതിന്റെ നീയത്തെടുത്തിട്ട് പോവാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു നല്ല തൗഫീക്ക് തരട്ടെ. ഒരു പുതിയ മനുഷ്യനായി, പുതിയ ആണായി പെണ്ണായിട്ട് വേണം ഉംറ കഴിഞ്ഞ് തിരിച്ചു പോവാൻ. കാണുന്ന ആളുകളെ ചോദിക്കണം, ഭായി എന്തിനാ ആടെ പോയിട്ട് എനിക്ക് കിട്ടിയെന്ന് ചോദിക്കണം. അത് ഇവിടെ നിന്ന് അതാ കിട്ടാനുള്ളത്. നാട്ടിൽ സാധനങ്ങളൊക്കെ നാട്ടിൽ കിട്ടും, ഇവിടുന്ന് കിട്ടാനുള്ളത് അതാണ്. അള്ളാഹു നല്ല തൗഫീക്ക് തരട്ടെ. ബാക്കി പിന്നെ